എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മോഡൽ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതാണ്. ഇത് അംഗ്രഹ മോഡലിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. വേസ്റ്റ് ബാൻഡിന്റെ സൈഡിലായിട്ട് നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട്, അതായത് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സ്ലീവ് ആണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു റയോൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 57 ഇഞ്ചാണ്. മടക്കിയിട്ടപ്പോൾ നമുക്ക് 28 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 57 ഇഞ്ചാണ് ഫാബ്രിക്കിന്റെ വിഡ്ത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ 2.25 മീറ്റർ ഫാബ്രിക്കേ എടുത്തിട്ടുള്ളൂ. ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു ഡ്രസ്സ് കാണാൻ ഭംഗിയായിരിക്കും. കോട്ടൺ എടുത്തതെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഫാബ്രിക് വിഡ്ത്ത് കുറവുള്ള ഫാബ്രിക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്ലീവിന് ലെങ്ത്തും അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് ഫ്ലോർ ലെങ്ത്ത് വരെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 മീറ്റർ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2.5, അതായത് നിങ്ങൾ എടുക്കുന്ന ലെങ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്ലോത്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു വീഡിയോ കാണുക. കുറച്ച് കട്ടിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ നോർമൽ കട്ടിങ് അല്ല, അതുകൊണ്ടാണ്. കുറച്ച് മുന്നേ എനിക്ക് കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്റ്റെൻഡഡ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുക, അത് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ എക്സ്റ്റെൻഡഡ് സ്ലീവ് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ആൾക്കും കൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. 2.25 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തതെന്ന് പറഞ്ഞു. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് 57 ഇഞ്ചാന്ന് പറഞ്ഞു. ഞാൻ ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വൈസ് അല്ല, ലെങ്ത് വൈസ് 2.25 ആണ് നമ്മൾ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ആ 2.25-നനുസരിച്ചിട്ട് ഞാൻ ഇതേപോലെ ക്ലോത്തിനെ മടക്കുന്നുണ്ട്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മടക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫാബ്രിക് പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്, അതായത് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലെങ്ത് വൈസും വിഡ്ത്ത് വൈസും മടക്കി കഴിഞ്ഞാൽ പ്രിന്റിൽ വ്യത്യാസമില്ല, ഒരേപോലെയാണ് പ്രിന്റ് കിട്ടുക. അപ്പൊ എനിക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കാം. നിങ്ങൾ എടുക്കുന്ന ഫാബ്രിക്കിന്റെ പ്രിന്റിനനുസരിച്ചിട്ട് വേണം മടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വിഡ്ത്ത് വൈസ് എടുക്കുമ്പോൾ പ്രിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും. അപ്പൊ അതുകൊണ്ട് പ്രിന്റ് എങ്ങനെയാണോ പോകുന്നത് അത് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. യോക്കിന് ഒരു 15 ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ കൊടുക്കുന്നത്. എന്നാലും ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് ഞാൻ 16 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് മൊത്തം ലെങ്ത് കട്ട് ചെയ്യുന്നുണ്ട്. 2.25 മീറ്റർ മൊത്തം ഇതേപോലെ 16 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ബാക്കി ബാലൻസ് ക്ലോത്തിനെയും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. ബാക്ക് പീസ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ എപ്പോഴും ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള വിഡ്ത്ത്, അതിന്റെ കൂടെ സീം അലവൻസ്, ഇത്രയുമാണ് നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വിഡ്ത്ത്. ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡഡ് സ്ലീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ മടക്കിയിടണം. കുറച്ചധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ആ സ്ലീവിന് ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തും കൂടി ചേർത്തിട്ട് വേണം മടക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാം. സാധാരണ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിന്റെ കൂടെ നമുക്ക് മടക്കി തയ്ക്കാനുള്ള സീം അലവൻസും കൂടി ചേർത്ത് ആ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതേപോലെ ക്ലോത്ത് മടക്കിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് വേണ്ടത് ആ സ്ലീവിന്റെ ലെങ്ത്തിന്റെ കൂടെ നമ്മുടെ ഷോൾഡറും അതോടൊപ്പം തന്നെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള വിഡ്ത്ത് നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതേപോലെ മടക്കിയിട്ടതിന് ശേഷം താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം 15.5 ഇഞ്ച്, ഞാൻ നേരത്തെ 15 ഇഞ്ച് എന്നാണ് പറഞ്ഞത്, എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് ഈ ഒരു ഡ്രസ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15.5 ഇഞ്ച് യോക്കിന് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 15.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. യോക്ക് എത്രയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക. ഈ നോർമൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ആദ്യം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 3.25 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡർ. ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 3/4 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരത്തെ മാർക്ക് ചെയ്ത നെക്ക് വിഡ്ത്ത് നിന്ന് ഈ 3/4 ഇഞ്ചിലേക്ക് ഒരു ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇവിടുന്ന്, അതായത് ഈ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് എത്രയാണോ നമ്മൾ ആം ഹോളിന്റെ ലെങ്ത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് 7 ആണ്. അവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9 ആണ്. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടം വിഡ്ത്ത് 8 ആണ്. അവിടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത് എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ നോർമൽ മാർക്കിംഗ് ആണ്. ഇവിടെ ഒന്നും വ്യത്യാസമില്ല. ഇനിയാണ് നമ്മുടെ മാർക്കിങ്ങിലും കട്ടിങ്ങിലും ഒക്കെ വേരിയേഷൻസ് വരാൻ വേണ്ടി പോകുന്നത്. നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഷോൾഡർ സ്ലോപ്പിന് ഞാൻ ഇതേപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എക്സ്റ്റെൻഡഡ് സ്ലീവ് ആണ്, അതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ പോയിന്റ് നിന്ന് ഞാൻ താഴെ വരച്ചിരിക്കുന്ന ലൈൻ, അതായത് നമ്മുടെ ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനിലേക്ക് മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ കറക്റ്റ് 6 ഇഞ്ചേ ഉള്ളൂ.
എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്ന ഭാഗത്ത് ഞാൻ മെഷർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ലൂസ് ഇട്ട് പിടിക്കുന്ന സമയത്ത് എനിക്ക് 6 ഇഞ്ച് വേണം. അപ്പോൾ ഇവിടെ കറക്റ്റ് നമുക്ക് 6 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ അതായത് മുകൾ ഭാഗത്ത് തയ്ക്കാനും നമുക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് വേണം. താഴ്ഭാഗം തയ്ക്കാനും നമുക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് വേണം. അപ്പോൾ രണ്ട് ഭാഗം നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഈ സ്ലീവ് കയറാതെ വരും. അപ്പോൾ ഈ ഭാഗം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് സ്ലീവിന് എത്രയാണോ ലൂസ് വേണ്ടത് ആ ലൂസിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. റെഫറൻസിന് തന്നിരിക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ലൂസ് ആയിട്ടുള്ള സ്ലീവാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലൂസ് സ്ലീവിന് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് കുറയ്ക്കുക. അതൊക്കെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാം. ഞാൻ അത്രയും ലൂസ് കൊടുക്കുന്നില്ല. കുറച്ച് ലൂസ് വെച്ചിട്ട് ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ഒരു 7 ഇഞ്ചിലേക്ക് ഈ ലൈനിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ലൂസ് ഉണ്ടോയെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ആവശ്യത്തിനുള്ള ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റ് നിന്ന് നമ്മൾ ഈ ചെസ്റ്റ് അളവിലേക്ക് ഒന്ന് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. ഈ ലൈൻ ഒന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സീം അലവൻസുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഒരു ചെസ്റ്റ് പോർഷന്റെ ഭാഗം മാത്രം ഇതേപോലെ ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുണ്ട്. ഇതുപോലെ ആ ഭാഗത്ത് മാത്രം നമുക്കൊരു കേർവ് ഉണ്ടാവും. കാരണം അവിടെയാണ് നമ്മുടെ ഈ ആം ഹോളിന്റെ ജോയിന്റ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്ത പ്രകാരമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പീസ്. നമുക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യാം, നെക്കും കൂടി ഒന്ന് വരയ്ക്കാം. 3 ഇഞ്ചാണ് ഞാൻ നെക്കിന് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു നെക്ക് ഞാൻ ഇതേപോലെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ തന്നെ മതി, വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് മാർക്കിംഗ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ എടുത്തത് കേട്ടോ. ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ന്യൂസ് പേപ്പർ ഫോൾഡ് ആയിട്ടൊന്നുമല്ല, കറക്റ്റ് നിവർത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു എൻഡിലായിട്ട് നമ്മൾ ഈ സ്ലീവ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പീസ്, അതായത് നമ്മുടെ ബാക്ക് പീസിനെ വെച്ച് കൊടുക്കുകയാണ്. താഴ്ഭാഗം ആ ന്യൂസ് പേപ്പറിൻ്റെ ആ രീതിയിൽ കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലും അതോടൊപ്പം സ്ലീവ് ഇങ്ങനെ കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ നെക്കിന് വിടുത്തായിട്ട് 3.25 ഇഞ്ചാണ് എടുത്തത്. അപ്പം നിങ്ങൾ എത്രയാണോ നെക്കിന് വിടുത്ത് എടുത്തത് അതിലേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്ത് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 3.25 ഇഞ്ചാണ് നെക്കിന് വിടുത്തായിട്ട് എടുത്തത്. അപ്പം ഞാനൊരു 3.5 ഇഞ്ചാണ് ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ന്യൂസ് പേപ്പറിലേക്ക് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ലൈനിലൂടെ ഞാൻ കട്ട് ചെയ്യാണ്, അതായത് എക്സ്ട്രാ ഉള്ള ന്യൂസ് പേപ്പർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ലൈനിലൂടെ ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റ് നമ്മുടെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങൾ നെക്ക് വിഡ്ത്ത് എടുത്തത് ആ നെക്ക് വിഡ്ത്തിനേക്കാളും കുറച്ചധികം ഉണ്ടാവണം നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്ന ഈ ഒരു പേപ്പർ കേട്ടോ. ഇനി ഈ ബാക്ക് പീസിന്റെ അളവ് പ്രകാരം നമുക്ക് ഈ ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് ആ നെക്കിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അവിടെ നെക്കൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ബാക്കിയൊക്കെ നമ്മുടെ ബാക്ക് പീസിന്റെ അളവ് പ്രകാരം കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ കറക്റ്റ് ഫോൾഡ് ആയിട്ട് വന്നു നിന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒരു ലൈൻ ഞാൻ അവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിന്റെ ഉള്ളിലേക്കായിട്ട്, അതായത് ഈ ലൈനിന്റെ പുറത്തേക്ക് വരുന്നത് നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പർ ആണ്. ഉള്ളിലേക്കുള്ള അളവാണ് നമ്മുടെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഉള്ളിലേക്കായിട്ട് എത്രയാണോ നിങ്ങൾ എടുത്തിട്ടുള്ള നെക്ക് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 3.25 ഇഞ്ചാണ് എടുത്തത്. ആ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലെ നെക്ക് വീനെക്കാണ്, എപ്പോഴും നമ്മൾ അംഗ്രഹം വരുന്ന സമയത്ത് വീനെക്കാണ് കൊടുക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ 7 ഇഞ്ചാണ് ഫ്രണ്ടിലെ നെക്കിനെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ നെക്കിന് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 3.25 ഇഞ്ചിൽ നിന്ന് ഈ 7 ഇഞ്ചിലേക്ക് സ്കെയിൽ വെച്ചിട്ടൊരു വി ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഷേപ്പ്, അതായത് നമ്മൾ ഈ ലെങ്ത്തിൽ എൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പ് നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ എൻഡിലേക്ക് വരത്തക്ക രീതിയിൽ ഇതേപോലെ ക്രോസ് ആയിട്ട് ആംഗിൾ ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഈ വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു പീസായിട്ടാണ് ഇരിക്കുന്നത്. സെയിം ഇതേപോലെ നമുക്ക് 2 പീസ് വേണം. ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും വേണം. അപ്പം നമ്മൾ നേരത്തെ ഒരു ലോങ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ബാലൻസ് ഉള്ള ക്ലോത്താണ്. ഈ ക്ലോത്തിന് ഞാൻ ഇതേപോലെ 2 ആക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ട്രൈപ്സ് വരുന്ന മോഡലിലുള്ള ക്ലോത്താണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ ആംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഡയഗണൽ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പേപ്പർ
അതായത് നമ്മുടെ ഈ ഒരു പാറ്റേൺ വെച്ച് കൊടുക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നതിന് പകരം ആ ഒരു ലൈൻ ഇങ്ങനെ ആംഗിൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ, അതായത് ഡയഗണൽ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ചരിച്ചു വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ടിലെ പീസ് ഡയഗണൽ ആയിട്ട് ഇങ്ങനെ വരും, ചരിഞ്ഞും കൊണ്ട് വരും. അത് നിങ്ങൾക്ക് ആ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ, നമുക്ക് ഇവിടെയൊക്കെ ഒരേപോലെ ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ റെഫറൻസ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ രണ്ട് എൻഡും ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കണം. ബാക്ക് പീസ് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി അടിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന്റെ മുന്നേ നമ്മൾ യോക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി ബാലൻസ് ഉള്ള സ്കേർട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്കേർട്ട് പീസ് എടുക്കാം. സ്കേർട്ട് പീസ് എടുത്തിട്ട് അതിനെ കറക്റ്റ് ഇതേപോലെ ഞാൻ രണ്ടാക്കി മടക്കിയിട്ട് സ്കേർട്ട് പീസ് എടുത്തിട്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കുമ്പോൾ ബാക്കി ബാലൻസ് ആയിട്ട് എനിക്ക് 40 ഇഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട്. 40 ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഫുൾ ലെങ്ത് ആയിട്ട് തന്നെയാണ് വരിക. അപ്പം എന്തായാലും ആ ലെങ്ത് അങ്ങനെ നിൽക്കട്ടെ, ലെങ്ത് ഞാൻ കുറച്ചിട്ടില്ല. എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലെങ്ത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തണമെങ്കിൽ വരുത്താമെന്ന് വിചാരിച്ചിട്ട് ലെങ്ത് ഞാൻ കുറച്ചിട്ടില്ല. ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിനെ ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്യണം, ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും എന്നുള്ള രീതിക്ക് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്, അതായത് നിങ്ങൾ എത്രയാണോ ഡ്രസ്സിന് ലെങ്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പിന്നെ അവസാനം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് ഇനി സ്ലീവിന്റെ കട്ടിംഗ് ഒന്നുമില്ല, കാരണം സ്ലീവ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ക്രോസ് പീസ് വേണം, ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുക്കുക. അതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. ബാക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ആ റൗണ്ട് ഷേപ്പിൽ നമ്മൾ എന്താണോ നെക്കിന് ഷേപ്പ് കൊടുത്തത് ആ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചടിക്കുക. അപ്പൊ നമ്മളിവിടെ ബാക്ക് പീസിന്റെ നെക്ക് പതിച്ചടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബാക്ക് പീസിന്റെ നെക്ക് നമ്മൾ പതിച്ചടിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ 3.25 ഇഞ്ചാണ് നെക്കിന് വിടുത്ത് കൊടുത്തത്. ഒരു 1/4 ഇഞ്ചിലാണ് നമ്മൾ പതിച്ചടിച്ചത്. അപ്പൊ ഒട്ടാകെ നമുക്കൊരു 3.5 ഇഞ്ചായിരിക്കും നെക്കിന് വിടുത്ത് വരിക. സെയിം ഇതേ 1/4 ഇഞ്ച്, അതായത് നിങ്ങൾ എത്രയാണോ നെക്ക് പതിച്ചടിക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു സീം അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സീം അലവൻസ് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഫ്രണ്ടിലുള്ള ഈ പീസ് മടക്കി അടിക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ മൈന്യൂട്ടായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് പീസും ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലുള്ള പീസുകളാണ് ഇതേപോലെ മടക്കി, അതായത് ഈ ഒരു ഷേപ്പ് ഡയഗണൽ ഷേപ്പ് വരുന്ന ഭാഗമാണ് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചത്. ഈ ഒരു സമയത്ത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ബാക്ക് പീസിന്റെ നെക്ക് വിഡ്ത്തിന്റെ കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിന്റെ നെക്ക് വിഡ്ത്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ഒരു രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് നമ്മുടെ സ്ലീവും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പീസിന്റെ മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. നെക്കിന് ലെങ്ത് ആയിട്ട് 7 ഇഞ്ചാണ് എടുത്തത്. അതിൽ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തപ്പോൾ പോയി. ബാക്കി 6.5 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ ഒന്നിന് മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. ഒപ്പം സൈഡിലെ അളവുകളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്ന് ബാക്ക് പീസ് വെച്ചിട്ടൊന്ന് ചെക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പീസിന്റെ മുകളിൽ അടുത്ത പീസ് വെച്ചിട്ട് രണ്ട് പീസും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്കേർട്ട് പീസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇളകി പോവാതിരിക്കാൻ വേണ്ടി താഴ്ഭാഗം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പീസ് ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് എന്തെങ്കിലും ലെങ്ത് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എക്സ്ട്രാ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്കേർട്ട് പീസ് എടുക്കാം. അതിന്റെ മുകളിൽ ഇതേപോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലോങ് സ്റ്റിച്ചിന് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഗാദേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്കേർട്ട് പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. സെയിം ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കുക. നമ്മൾ മൊത്തം ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് ഞാൻ പിന്നെ കട്ട് ചെയ്യാനൊന്നും പോയില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല വീതിക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതായത് സ്കേർട്ട് പോർഷന്റെ താഴ്ഭാഗം കുറച്ച് വീതിക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കട്ടൊന്നും ചെയ്തിട്ടില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ സ്ലീവിന്റെ താഴ്ഭാഗം ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ വേസ്റ്റിന്റെ ഭാഗത്തൊക്കെ 2 ഇഞ്ച് സീം അലവൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ ആ ഒരു ഡ്രസ്സിന് ഭംഗി ഉണ്ടാവുള്ളൂ. എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു ഭംഗി ശരിക്കും ഉണ്ടാവുക. അത് എപ്പോഴും നമ്മൾ എക്സ്ട്രാ ഒത്തിരി സീം അലവൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഡ്രസ്സിന്റെ ഭംഗിയേ പോകും. ആ ലൈന് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ടാണ് എപ്പോഴും എക്സ്ട്രാ സീം അലവൻസ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എലാസ്റ്റിക് കൊടുക്കണം.
നമ്മുടെ ഈ ഒരു വേസ്റ്റിന്റെ ഭാഗം മൊത്തമായിട്ട് റൗണ്ട് ചെയ്തിട്ട് മെഷർ ചെയ്യുക. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം റൗണ്ട് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ അളവിൽ നിന്ന് അപ്പൊ നിങ്ങൾക്ക് ഒരു അളവ് കിട്ടുമല്ലോ, ആ അളവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് കുറച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ എലാസ്റ്റിക് ഒന്ന് ഇതിൽ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റിന്റെ പോർഷനിൽ ആ ഒരു എലാസ്റ്റിക് വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ആ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. ഇത്രയും ലെങ്ത് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ അത് കട്ട് ചെയ്യാൻ മടിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ലെങ്ത് വേണ്ടെങ്കിൽ നിങ്ങളൊരു മുട്ടിന് താഴെ വരെയുള്ള ലെങ്ത് എടുത്താൽ മതി കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.